എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടസംഖ്യ നൽകിയിരിക്കുന്ന ഫയലിൽ നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിയും. റിയൽ പ്രഡിക്ഷൻ എബൌട്ട് യുവർ പേഴ്സൺ. ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത സംഖ്യ 12 എന്ന ആദ്യ സംഖ്യയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ വായിക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ആ വ്യക്തിയുടെ മനസ്സ് കണ്ടുകൊണ്ടാണ്, ആ വ്യക്തിയെ ഓർത്തുകൊണ്ടാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും സദാ സന്നദ്ധതയുള്ളൊരു വ്യക്തി. ആവശ്യത്തിന് കഴിവും ആവശ്യത്തിന് സൗഭാഗ്യവും സമൃദ്ധിയും എല്ലാം ഈശ്വരനാൽ നൽകപ്പെട്ടൊരു വ്യക്തിയാണ്. എന്തും ചെയ്യാനുള്ള ആർജവം ആ വ്യക്തിക്കുണ്ട്. സത്യസന്ധമായ നിലപാടുകളാണ് ആ വ്യക്തിക്കുള്ളത്. വഞ്ചനയോ ചതിവോ ആ വ്യക്തിക്ക് വശമില്ല. അങ്ങനെ ലഭിക്കുന്നതൊന്നും തനിക്ക് വേണ്ട എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത. നിങ്ങളെ കാണുന്നതിന് മുൻപ് പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ പോസിറ്റിവിറ്റിയെ തരണം ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയെ കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തി അതിജീവിച്ചിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു മനസ്സാക്ഷിയുടെ ഒരു നന്മയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമുള്ളൊരു വ്യക്തിയാണ്. നന്മയെ നന്മയായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചു, നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്ക് പ്രചോദനം നൽകി, നിങ്ങൾക്ക് പവർ നൽകി, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുകയുണ്ടായി. ആ വ്യക്തി തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ചോയ്സ് ഒരിക്കലും തെറ്റിയിട്ടില്ല. പക്ഷെ ആരുടെ മുമ്പിലും അന്യായമായി അല്ലെങ്കിൽ അനാവശ്യത്തിൽ തലകുനിക്കുന്നൊരു സ്വഭാവം ആ വ്യക്തിക്കില്ല. പറയുന്നതിൽ ചിലപ്പോഴൊക്കെ കോപപ്പെടാറുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാൻ വശമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഭൗതികതയുടെ നൂലാമാലകളിൽപ്പെട്ട് പലപ്പോഴും ജീവിതത്തിൽ ദുഃഖം ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ആർജവം ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകി. അത് നിങ്ങൾക്കൊപ്പമുള്ള ജീവിതത്തിൽ ഊർജവും പ്രദാനം ചെയ്തു. നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള സമയം ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്കതിൽ പരാതിയുണ്ട്. എന്തുകൊണ്ട് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത്. ആ വ്യക്തി നിങ്ങൾക്കും വേണ്ടി കൂടി ജോലി ചെയ്യുന്നു, മുന്നേറുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി ഓടുന്നു. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആ വ്യക്തി ഒരുപാട് കരയുന്നുണ്ട്, ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വിജയം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പലപ്പോഴും വരവും ചിലവും മുട്ടി പോകുന്നു. പലപ്പോഴും ചിലവ് വരവിനേക്കാൾ കൂടുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അറിവ് മാറ്റിവെക്കേണ്ടി വന്നു ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യ നിമിഷങ്ങളിൽ. പലപ്പോഴും ഒന്നിനും സമയം കിട്ടിയില്ല, ഒന്നും കരുതി വെക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ദുഃഖവും ആ വ്യക്തിക്കുണ്ട്. പക്ഷേ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നിങ്ങളെ എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. പകുതി സന്തോഷവും പകുതി ദുഃഖവുമായി ജീവിതം കടന്നു പോകുന്നു. ഒന്നും ബാക്കിയില്ലാത്ത ഒരു ജീവിതം. നൽകാൻ ഇനി സ്നേഹം ബാക്കിയില്ല, കയ്യിൽ വിഭവങ്ങൾ ബാക്കിയില്ല, പറയാൻ ഇനി വിഷയങ്ങളില്ല. പക്ഷേ സ്നേഹിക്കാനുള്ളത് മുഴുവൻ സ്നേഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടാനുള്ളത് ജീവിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നേടേണ്ടതാണ്. എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു.
എല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇനിയൊന്നും നൽകാനില്ല. അതാണ് അവസ്ഥ. സമ്പൂർണമായൊരു ജീവിതമാണ്, സമ്പൂർണമായ ഒരു സ്നേഹമാണ്, സമ്പൂർണമായൊരു ആത്മാർത്ഥതയാണ്, സമ്പൂർണമായ ട്രസ്റ്റാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. 25 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്. എല്ലാത്തിനോടും ക്ഷമിക്കാൻ മാത്രം പറയുന്ന ഒരാൾ, വല്ലാത്ത കാവ്യാത്മകമായ ഒരു മനസ്സുള്ളൊരു വ്യക്തി, എന്തിനും ഏതിനും വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, ഒന്നും വെട്ടിപ്പിടിക്കാനില്ല, പറയാൻ അർഹതപ്പെട്ടത് പോലും പറയാൻ ശ്രമിക്കാറില്ല. അഹങ്കരിക്കാൻ അനവധി കാര്യങ്ങളുണ്ടായിട്ടും അഹങ്കരിക്കാൻ പോയിട്ട് ഒന്ന് ഉയർന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരു വ്യക്തി. എല്ലാം നിങ്ങൾക്ക്, എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആഗ്രഹപ്രകാരം നടന്നോട്ടെ. ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി, ആരുടെയും വേദന കാണാനും ആഗ്രഹമില്ല. അനുഭവങ്ങൾ നന്നേ കുറവ്. എല്ലാത്തിനും ക്ഷമയും നന്മയും കാരുണ്യവും വാത്സല്യവും വാരിക്കോരി നൽകുന്നു. എല്ലാവരെയും വിശ്വസിക്കുന്നു. പലപ്പോഴും വിശ്വസിച്ചവരാൽ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. സ്നേഹം കൊടുത്തിട്ട് അതിൻ്റെ 1% പോലും ആത്മാർത്ഥത തിരിച്ചു കാണിക്കാത്ത ആളുകളാണ് ആ വ്യക്തിക്ക് ചുറ്റും കൂടുതലുള്ളത്. സ്നേഹം കൊടുത്തിട്ടും അതിന് ഫലം ലഭിക്കാതെ പോയൊരു വ്യക്തി. പക്ഷെ മനസ്സിൻ്റെ നന്മയിൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈശ്വരനിലോടുള്ള അഗമമായ ആ വ്യക്തിയുടെ വിശ്വാസത്തെയും തകർക്കാൻ കഴിയില്ല. വലിയ ഈശ്വരവിശ്വാസം ആ വ്യക്തിക്കുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് അത് തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിലെ നന്മ നിങ്ങൾക്ക് കൂടി, നിങ്ങളുടെ ജീവിതത്തിൽ കൂടി പ്രകാശം ഉണ്ടാക്കുന്നു. സമ്പൂർണമാണ്. ഒന്നും വേണ്ടാതെ മാറി നിന്നാലും ഈശ്വരൻ എല്ലാം അവസാനം കയ്യിൽ നൽകുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി വിജയങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൈവരിക്കും. എല്ലാ നേട്ടങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഈശ്വരൻ നൽകും, നിങ്ങൾക്കും നൽകും. ആ വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്ന ദിവസം ഉണ്ടാകും. ആ വ്യക്തി സമ്പൂർണതയാണ്. സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും പ്രകൃതിയുടെയും സർഗഭാവനയുടെയും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുടെ ആ വ്യക്തി ഒന്നും പുറമേ കാണിച്ചിട്ടില്ല. തൻ്റെ കഴിവ്, തൻ്റെ സാമർഥ്യം, തന്നിലുള്ള സിദ്ധി, തന്നിൽ ഈശ്വരൻ നൽകിയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കാണാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതാണ്. അങ്ങനെ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിലെ നന്മകൾ കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാകുകയും ചെയ്യും. ആ വ്യക്തി സമ്പൂർണതയാണ്. പലപ്പോഴും കഴിവില്ലാത്തൊരു വ്യക്തിയാണോ എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ട്. ഒന്നിനോടും ഒരു പ്രതികരണശേഷി ഇല്ലാതെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ പണ്ട് കരുതിയിട്ടുണ്ട്. പക്ഷേ പ്രതികരിച്ചവരെല്ലാം പരാജയപ്പെട്ടപ്പോൾ ആ വ്യക്തി വിജയിച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.